എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കീപ് യുവർ ഹെഡ് അബവ് യുവർ ഹാർട്ട്. ഇതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല. നമ്മൾക്ക് ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണ മനുഷ്യരാണ് നമ്മൾ. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള വികാരങ്ങളുണ്ടാകാം, പല ചിന്തകളുണ്ടാകാം. ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം, സങ്കടം വരുന്നതായിരിക്കാം, സന്തോഷം തോന്നുന്ന ആളായിരിക്കാം. അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ വികാരങ്ങൾ കൊണ്ട് നമുക്ക് ഉയർച്ചയല്ല താഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പുറത്തു വരാനായിട്ടുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് വേണം. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലാക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വരാനായിട്ടുള്ള ഒരു ശ്രമമെങ്കിലും നമ്മൾ നടന്നു നോക്കണം. കാര്യം എന്ന് വെച്ചാൽ മിക്ക ആളുകളും ആ ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോകുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ആ ഒരു രീതി തന്നെ മാറിയേക്കാം, അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ആളുകളാണ് പലരും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വികാരം നമ്മളെ അടിമപ്പെടുത്തും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ചിന്തിച്ച് പുറത്തു വരിക, അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് ഇവിടെ പറയുന്ന വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഇതാണ്. നമ്മുടെ ശരീരഘടനയിൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. ഹൃദയത്തിനേക്കാളും ഉയർന്ന പൊസിഷനിലാണ് ഇരിക്കുന്ന നമ്മുടേത് തലച്ചോറ് അല്ലെങ്കിൽ തല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കും, അതിന് തെറ്റില്ല. പക്ഷെ അത് നമ്മുടെ എന്താ പറയുന്നത് താഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് അതിൽ നിന്നും പുറത്തു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ ചില സമയത്ത് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഏതൊരു നേതാവിനും തീരുമാനങ്ങൾ സമയത്തിന് എടുക്കുക എന്നുള്ളത് വളരെ എന്താ പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്ട്സ് എന്താണോ, വസ്തുത എന്താണോ അതിന് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് അല്ലെങ്കിൽ തല ഉപയോഗിച്ച് നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. വികാരങ്ങളെല്ലാം മാറ്റി വയ്ക്കണം എന്ന് ഒരിക്കലും ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ വികാരവും ചിന്തയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു വ്യത്യാസം മനസ്സിലാക്കാനും വേണ്ട സമയത്ത് കൃത്യമായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.